വിഷ്ണു വിശാൽ എന്ന് പറയുന്ന നടനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു സിനിമ രാക്ഷസൻ തന്നെയാണ്. തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടെയും വലിയൊരു ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിലും എന്താ പറയുക ഒരു ടേണിംഗ് പോയിൻ്റ് ആയ ഒരു സിനിമ തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ ഈ ഒക്ടോബർ 31 തിയേറ്ററിലേക്ക് റിലീസാവുകയാണ്. ആര്യൻ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചും അതിൻ്റെ ചില പ്രതീക്ഷകളെ കുറിച്ചൊക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. 2008 റിലീസായ ഒരു സിനിമയായിരുന്നു വെണ്ണില കബഡിക്കൂട്ടം. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് വിഷ്ണു വിശാൽ എന്ന് പറഞ്ഞൊരു നടൻ ഒന്ന് അറിയപ്പെട്ട് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തു, അതിൽ പരാജയങ്ങളും വിജയങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെയാണ് നമുക്കറിയാം 2018 റിലീസ് ചെയ്ത രാക്ഷസ് എന്ന് പറഞ്ഞ സിനിമയോടുകൂടി അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഹീറോ ആയിട്ട് ശരിക്കും ഒരു ബിസിനസ് വൈസൊക്കെ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ ചെയ്തെങ്കിലും ചിലത് വിജയിച്ചു, ചിലത് വീണ്ടും പരാജയപ്പെട്ടു. പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് സിനിമകളാണ്. അതിലൊന്നാണ് FIR എന്ന് പറയുന്നൊരു സിനിമ, അതേപോലെ തന്നെ ഗാട്ടാ കുസ്തി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഗാട്ടാ കുസ്തി നമ്മുടെ മലയാളിയെ ഐശ്വര്യ ലക്ഷ്മിയാണ് ആ ഒരു സിനിമയിലെ നായികയായി. വളരെ നല്ല ഒരു സിനിമ തന്നെയാണ് ആ ഒരു സിനിമ. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. FIR എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ വേറൊരു ത്രില്ലറും കുറച്ചൊരു ടെററിസവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള, അതും അതിൻ്റേതായ ഒരു ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഗാട്ടാ കുസ്തി എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് മുമ്പാണ് ഇപ്പോൾ ഈ ആര്യൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതൊന്ന് ഓണാവുന്നത് ആ ഒരു സമയത്താണ്. അതായത് 2022 ഈ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് തന്നെയായിരുന്നു ഈ ഒരു സിനിമ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രവീൺ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഗൗതം വാസുദേവ മേനോൻ്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള പ്രവീണിൻ്റെയാണ് ഈ ആര്യൻ എന്ന് പറയുന്ന സംവിധാനം. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രവീണും അതുപോലെ തന്നെ FIR എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ മനു, ഇവർ രണ്ടുപേരും കൂടിയാണ് ആര്യൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധ ശ്രീനാഥ് അതുപോലെ തന്നെ വാണി ഭോജൻ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സിനിമയുടെ ഹീറോയിൻസ് ആയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മുടെ മലയാളിയായ മാലാ പാർവതി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സെൽവരാഘവൻ, നമുക്കറിയാം സംവിധായകനായിട്ട് വന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി മാറി അദ്ദേഹം പിന്നീട് നടനായിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ സിനിമയിലും നല്ല ഗംഭീര റോളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളിപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഈ ഒരു സിനിമയിൽ ശക്തമായിട്ടുള്ള ഒരു റോള് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഗിബ്രാൻ, അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക അപ്കമിങ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പാട്ടുകളൊക്കെ കുറച്ചൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിഷ്ണു വിശാൽ ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വേഫർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. DQൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സിനിമയുടെ പേരിനെ കുറിച്ച്, അതായത് ആര്യൻ എന്ന് പറയുന്ന ഒരു പേര്, ശരിക്കും ഇതിൻ്റെ കഥ പറഞ്ഞ ശേഷം ഇതിൻ്റെ സംവിധായകൻ മറ്റൊരു ടൈറ്റിലാണ് ശരിക്കും ഇതിൽ ആദ്യം വിഷ്ണു വിശാലിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ വിഷ്ണുവിൻ്റെ മകൻ്റെ പേരാണ് ആര്യൻ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ, വിഷ്ണു വിശാൽ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം സംവിധായകനോട് ചോദിച്ചു, എൻ്റെ മകൻ്റെ പേര് ഈ ഒരു സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആര്യൻ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വളരെ പേഴ്സണലാണ് ഈ ഒരു സിനിമയും ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രാക്ഷസൻ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ രാക്ഷസൻ മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും ഇത് വരില്ല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അദ്ദേഹം വീണ്ടും ഒരു പോലീസ് വേഷമാണ്. അപ്പോൾ നമുക്കറിയാം രാക്ഷസനിൽ പോലീസ് ഓഫീസറായിട്ടാണ്, ഇതിലും ഒരു പോലീസ് ഓഫീസർ തന്നെയായിട്ട്. പക്ഷേ അതിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ഇതിനെ വേറൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് തന്നെ കാണാൻ പാടുള്ളൂ. ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ തിയേറ്ററിൽ വരാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും രാക്ഷസൻ പോലെ തന്നെ ഒരു ട്രെൻഡ് സെറ്ററായി മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. രാക്ഷസൻ ആ ഒരു തമിഴിൽ ഹിറ്റായ ശേഷം വേറെ ഒരുപാട് ഭാഷകളുള്ള സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം രാക്ഷസൻ അതിൻ്റെ സംവിധായകൻ എത്രയോ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയി സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടും അവരെ അക്സെപ്റ്റ് ചെയ്യാതെ പിന്നീടാണ് വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയതും വിഷ്ണു അത് അക്സെപ്റ്റ് ചെയ്തതും ആ ഒരു സിനിമ ഹിറ്റായതും. പക്ഷേ അതിനുശേഷം ശരിക്കും പറയുകയാണെങ്കിൽ വിഷ്ണുവിന് രാക്ഷസൻ പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയോന്ന് വെച്ചില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും രാക്ഷസൻ്റെ മുകളിലൊരു സിനിമ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഗാട്ടാ കുസ്തിയും FIR ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ ഈ പറയുന്ന ആര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്ററും അതിൻ്റെ ടീസറൊക്കെ കണ്ടിട്ട് വളരെ പ്രോമിസിങ് ആണ്. എന്തായാലും ഒക്ടോബർ 31 തിയേറ്ററിൽ എത്തുകയാണ്. നമുക്ക് എന്തായാലും തിയേറ്ററിൽ ആ സിനിമ കണ്ട ശേഷം നമുക്ക് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാം.